ഇതുകൊണ്ടാണ് മൂത്തവർ പറയുന്നത് അനുസരിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പിന്നെ നമുക്ക് ഇറങ്ങാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ ബേബി ബേർ പറഞ്ഞ പോലെ കുറച്ചു നേരം നമുക്ക് പുറത്തിറങ്ങി നിന്നിട്ട് വേഗം വീട്ടിലേക്ക് പോവാം. വാ. കുറച്ചു നേരമല്ല, നമുക്കേ നമ്മുടെ വീട് വരെ നടന്നു പോയാലോ? എന്താ കിച്ചണിപ്പോൾ പറഞ്ഞ്? ആരുടെ വീടെന്ന്? അത് ഞാൻ പെട്ടെന്ന് അറിയാതെ, സോറി. എന്തിനാ സോറി പറയുന്നേ കിച്ചണി? അത് ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ അതോ ശരിക്കും നീ എങ്ങനെ പറഞ്ഞു എന്ന് എനിക്കെന്തോ ഡൗട്ട് തോന്നി. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ചോദിച്ച്. എനിക്കെന്തോ അത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും നാളും സ്വന്തവും ബന്ധമെന്ന് പറയാനായിട്ട് എനിക്കാരും ഉണ്ടായിരുന്നില്ല. ആ വീടെന്ന് പറയുന്നത് എനിക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരിടം മാത്രം. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഇപ്പോൾ നീ അത് നമ്മുടെ വീട് എന്ന് പറഞ്ഞപ്പോൾ ഉള്ളില് എവിടേക്കോ നീറുന്ന ഒരു വല്ലാത്ത സുഖം. ആൻഡ് താങ്ക് യു കിറ്റൻ. പിന്നെ നീ പറഞ്ഞത് ശരി തന്നെയാ. ആ വീട് നമ്മുടെ വീടാ. എനിക്കുള്ളതെല്ലാം നിന്റെ കൂടിയാ. പിന്നെ വീട് വരെ നടന്നു പോവാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല കിറ്റൻ. രാത്രിയാ, പോരാത്തതിന് മഞ്ഞും. നല്ല ദൂരമുണ്ട്. പിന്നെ എങ്ങനെയാ പോവാ? പ്ലീസ്. ഞാൻ എങ്ങനെയാ നോ പറയാ കിറ്റൻ, നീ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ? ഫൈൻ, നമുക്ക് വീട് വരെ നടന്നു പോവാം. പക്ഷെ നേർവഴിയല്ല, കുറച്ച് മാറിയിട്ട് ഒരു ഇടവഴിയുണ്ട്. നമുക്ക് ആ വഴി പോവാം. ഓക്കെ. അല്ല, അപ്പോൾ കാർ എന്ത് ചെയ്യും? ഓ, അതാണോ? ബേബി ബേർ, ദേ അങ്ങോട്ടൊന്ന് നോക്കി. ഇവർ മാത്രമല്ല, ഈ സിറ്റിയുടെ പല ഭാഗത്തായിട്ട് എൻ്റെ ആളുകളുണ്ട്. ഞാനൊന്ന് വിരലിഞ്ഞൊടിച്ച ആ നിമിഷം കൊണ്ട് അവരെല്ലാവരും ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ വന്ന് മുട്ടുകുത്തും. ഞാൻ ആരാന്ന് നീ മറന്നുപോയോ കിറ്റൻ? ഓർമ്മിപ്പിക്കണോ ഞാൻ? വേണ്ട. പേടിച്ചുപോയോ ബേബി ബേർ? ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ്. നിനക്കെന്നോട് എന്തും പറയാം, പ്രവർത്തിക്കാം. എന്നെ എത്ര വേണമെങ്കിലും ചീത്ത പറയാം, അടിക്കാം. ഐ ഡോണ്ട് കെയർ. കാരണം നിനക്ക് മാത്രമേ അതിനധികാരമുള്ളൂ. നിനക്ക് മാത്രം. എന്നാൽ വേറെ ആരെങ്കിലും എനിക്കെതിരെ സംസാരിക്കാൻ, ഒരു വാക്ക് പറയാൻ നാവ് പൊന്തിയ അടുത്ത നിമിഷം അവൻ്റെ തല നിലത്ത് കിടന്നുരുളും. കൽപ്പന കൊടുത്തു മാത്രമേ എനിക്ക് ശീലമുള്ളൂ. എന്നാ എന്നോട്
കൽപ്പിക്കാനും എന്നോട് എതിർത്ത് പറയാനും നിനക്ക് മാത്രമേ ഈ ഭൂമിയിൽ അവകാശമുള്ളൂ. നിനക്ക് മാത്രം. ദാറ്റ്സ് ദ പവർ യു ആർ ഹോൾഡിങ്, മൈ കിറ്റൻ. മനസ്സിലായോ? മനസ്സിലായി. എന്നാ പിന്നെ ഇറങ്ങുമല്ലേ? വാ കിറ്റൻ. ഞാൻ റൂബിനോട് ഒന്ന് പോയി ബൈ പറഞ്ഞിട്ട് വരാം. ഓക്കെ, പറഞ്ഞിട്ട് വാ. റൂബി, ഞാൻ പോവാട്ടോ. ഇനിയും വരും. ആടി, പോയിട്ട് വാ. കുക്കിച്ച, ആ നമുക്ക് പോവാം. ആ കിറ്റൻ, വാ. जो तू महसूस करे मैं भी वैसे कहना चाहूं, पर सब्र जरूरी है दिल ये എന്ത് രസമാ കാണാൻ, അല്ലേ കുക്കിച്ച? യു നോ വാട്ട് കിറ്റൻ, മുമ്പ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. ബട്ട് ഇപ്പോൾ നീ എൻ്റെ അടുത്തുള്ള കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ തണുപ്പിനും ഒരു വല്ലാത്ത സുഖമുണ്ട്. I don't know how to explain kitten. It's something special. എന്ത് ചെയ്യും കർത്താവേ ഞാൻ? ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പിടിയുമില്ല. വിശപ്പോടെ എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ എന്തു പറയും? ഒരു വഴി നീ തന്നെ കാട്ടി തന്നെ. ഉപേക്ഷിക്കില്ലേ കർത്താവേ? സിസ്റ്ററെ, എന്താ കുഞ്ഞ്? ദേ, ഇത് നമ്മുടെ ലെറ്റർ ബോക്സിൽ കിടന്നിരുന്നതാ. എല്ലാം രാവിലെ എടുത്തോണ്ട് പോയപ്പോൾ കൂട്ടത്തിൽ ഇത് മറന്നു. ഏറ്റവും താഴെ കിടന്നിരുന്നേ. ഇപ്പോഴാ ഞാൻ കണ്ടേ. എന്താ അത്? ഇത് ഒരു ചെക്കും പിന്നെ ഒരു ലെറ്ററും. ചെക്കോ? ആ സിസ്റ്ററെ, ബ്ലാങ്ക് ചെക്കാ. പിന്നെ ഈ ലെറ്റർ ആരെ എഴുതിയെന്നോ എവിടുന്നാ വന്നേന്നോ ഒന്നുമില്ല. ആ ലെറ്ററിൽ എന്താ എഴുതിയേക്കുന്നേ? ഇതില് ഇൻ ദ നെയിം ഓഫ് ലവ്. അത് മാത്രം എഴുതിയേക്കുന്നേ. ഇത് എഴുതിയേക്കണ ആള് താഴെ നിൽക്ക്. JJK എന്നാണോ? ആ, യെസ്, അതെ സിസ്റ്ററെ, JJK എന്നാ. അപ്പോ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ആ ഉത്തരം അത് തെറ്റല്ല. ഞാൻ ഇന്നലെ നമ്മുടെ തേമോളെ പറ്റി ആലോചിക്കുമായിരുന്നു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച ഈ ഓർഫനേജിന് വേണ്ടി ആ പാവം എന്തൊക്കെയാ ചെയ്തേക്കുന്നേ. ചെറുപ്പത്തിൽ വന്നതാ അവള്. ഇതുപോലൊരു മഞ്ഞുകാലത്ത് സ്വന്തം അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട് ഇവിടേക്ക് വന്നവളാ അവള്. അന്ന് തൊട്ട് അവളെ കാണാതാവുന്ന അന്ന് വരെ ഈ ഓർഫനേജിന് വേണ്ടി എത്ര
എത്രയൊക്കെ ഓടി നടന്നിട്ടുണ്ടെന്നറിയോ ആ കുഞ്ഞ്. ആ കുഞ്ഞ് എവിടെയാണെന്നോ എന്ത് ചെയ്യുവാണെന്നോ ഒരു പിടിയുമില്ല കർത്താവെ. എന്തു തന്നെയാണെങ്കിലും അവൾക്കൊരാപത്തും വരാതെ കാത്തോളണേ എന്നാ ഞാൻ പ്രാർത്ഥിച്ചേ. അപ്പോഴാ കർത്താവ് എനിക്ക് ആ സന്ദേശം തന്നെ. എന്ത് സന്ദേശം തന്നെ സിസ്റ്ററെ? തേയെ പറ്റി ആലോചിച്ച് വിഷമിക്കണ്ടെന്ന്. അവളിപ്പോൾ ഉള്ളത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിലാണെന്ന്. എത്ര വലിയ അപകടമാണെങ്കിലും അതിൽ നിന്നൊക്കെ അവളെ പുഷ്പം പോലെ രക്ഷിച്ചെടുക്കാൻ കെൽപ്പുള്ള ഒരുത്തൻ്റെ കൂടെയാണ്. ഈ ലോകത്ത് ആരാലും എതിർത്ത് നിൽക്കാൻ പറ്റാത്ത അത്രയും ശക്തനായ ഒരുവൻ്റെ കൂടെയാണ് അവളിപ്പോൾ. ആ ഒരു സന്ദേശം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ എന്തോ ഒരു വല്ലാത്ത സന്തോഷം തോന്നി എനിക്ക്. ദേ ഇപ്പോൾ വരെ ഈ ഓർഫനേജിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവെ ഒരു വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. അപ്പോഴാണ് ഇത്. എന്ത് തന്നെയാണെങ്കിലും അവർ രണ്ടുപേരെയും ഒരാപത്തും വരാതെ കാത്തോണേ കർത്താവെ. ഒത്തിരി നന്ദിയുണ്ട്. തണുക്കുന്നുണ്ട്. പറയണ്ടേ കിറ്റൻ, ഇന്നാ ഈ ജാക്കറ്റ് എടുത്തോ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ബേബി ബെയർ പറയുന്ന കേക്ക്, പനി പിടിക്കും. ഞാൻ ചുമ്മാ ഒന്ന് തണുക്കുന്നു എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. എനിക്ക് ജാക്കറ്റ് വേണ്ട, ഞാൻ നടക്കാൻ പോവാം. ഏയ് കിറ്റൻ പോലെ. എന്താ ബോസ്, കാറ് ഞങ്ങൾ ഇവിടെ തന്നെ ഇട്ടാൽ മതിയോ? I have already arranged someone else for that. അതുകൊണ്ട് just follow us, okay? Okay, boss. Copy that. പിടിപെടല്ലേ കിറ്റൻ, കേറി വാ. Come on. Flying too fast, I couldn't catch it. Heart in the casket. You always knew it. The star of all the main attraction. Got cameras flashing, no light. Ooh, you got everybody's eyes.